ഇത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട് ട്രിപ്പ് സക്സസ്ഫുൾ എന്നൊക്കെ പറയത്തില്ലേ, പൈസ വസൂൽ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ ഗുഹയ്ക്കകത്ത് ലോർഡ് വിഷ്ണുവിടെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കണം. എനിക്ക് ഇത്ര സ്റ്റിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ദേവ്ഗഡ് ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസകരമായ ഒരു ഡ്രൈവാണ് ഇത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു ഫോറസ്റ്റ് അല്ല ഇത്, ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. അതായത് ഇത് വിന്റർ സീസണിൽ ഇതിൻ്റെ മരത്തിൻ്റെ ലീവ്സ് ഒക്കെ ഷെഡ് ആവും. പിന്നെ ഇത് സ്പ്രിങ്ങിൽ വീണ്ടും തിരിച്ചു വരും. എവർഗ്രീൻ അല്ല ഇത്, ഒരു ഡ്രൈ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇതൊരു ഡ്രൈ കൈൻഡ് ഓഫ് സീനാണ്. ശരിക്കും പറഞ്ഞാൽ റോഡിനൊന്നും വലിയ എന്നാ പറയുന്നത്, വണ്ടി കൊണ്ടുപോകാൻ അത്രയും സൗകര്യമൊന്നുമില്ല. കാരണം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മരത്തിൻ്റെയും ക്രീപ്പേഴ്സിൻ്റെ ഒക്കെ മുള്ളിങ്ങനെ കൂർത്ത് നിൽപ്പുണ്ട്. എന്തായാലും മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കാണാൻ പറ്റും വണ്ടിയിൽ എത്ര സ്ക്രാച്ച് വീണിട്ടുണ്ടെന്ന്. ആ ഒരു കാണുന്ന ഏരിയ നിന്നാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. അത്യാവശ്യം ഒരു സ്റ്റെപ്പ് ഇറങ്ങണേക്കാളും നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കാണുന്ന പോലത്തെ പാറേനെ കൊത്തിയാണ് സ്റ്റെപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇറങ്ങി പോന്നേക്കുന്നത്. ഇനി അത്യാവശ്യം നല്ല ദൂരം തന്നെയുണ്ട്. അതുപോലെ ഇനി നമുക്കിനി കണ്ടിന്യൂ ചെയ്യണം. ഈ പാറയുടെ ഇടയിൽ ഇത്രയും വലിയ പൊത്തൊക്കെ കാണുന്നുണ്ട്. എന്ന് പറയുന്നത് പാറയിൽ നമ്മൾ സ്കൾപ്ചേഴ്സ് ഇങ്ങനെ കൊത്തി ഉണ്ടാക്കിയതാണ്. അത് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന്, അതായത് നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 3-3.5 മീറ്റർ മുകളിലാണ് ഈ സ്കൾപ്ചേഴ്സ് എല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ട്രക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ഥലമില്ലാത്തടത്ത് കൂടെ ഒക്കെ കുനിഞ്ഞ് വേണം പോകാൻ. നമ്മളിപ്പോൾ കാണുന്ന പാറക്കല്ലിൽ കുറച്ച് കളർ ഡിഫറൻസ് ഉണ്ട്. ഇതിനർത്ഥം ഈ റോക്സൊക്കെ, ഇത് സാൻഡ്സ്റ്റോൺ റോക്കാണ്. അതൊക്കെ വെതറായിക്കൊണ്ടിരിക്കുക, അതായത് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് ഡൗൺ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഈ കാണുന്ന സ്ട്രക്ചറാണല്ലോ ഇവിടെ നന്നായിട്ട് ക്യാച്ച് ആയിട്ടുള്ളത്.
ശരിക്കും പറഞ്ഞാൽ നേക്കഡ് ഐസിൽ ഇതിനേക്കാളും ഭംഗിയുണ്ട്. ഇതൊരു അംബ്രേല പോലെയാണ് ഇതിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു വക്ക് ഇങ്ങനെ നീട്ടിയിട്ട് വലിയൊരു കല്ല് അതിൻ്റെ ഇടയിൽ കൂടെ ആണ് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പോകാനുള്ളത് എന്ന് വെച്ചാൽ ആ സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പറഞ്ഞുകൊണ്ടും സംസാരിച്ചുകൊണ്ടും കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. ശരിക്കും പറയാൻ നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രിപ്പിനൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരണം. ഇതുപോലത്തെ ഒരു ട്രക്കിംഗ് കാണുമെന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നമ്മൾ ഒരു പെട്ടെന്നൊരു ക്വിക്ക് ബ്രേക്ക് എടുത്തിട്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ട്രക്ക് ചെയ്ത്, അതും വേറൊരു സ്റ്റേറ്റിൽ വേറൊരു അങ്ങനെ പറഞ്ഞു നമ്മുടെ ഒരു കംഫർട്ട് സോണിൻ്റെ പുറത്ത് ഇറങ്ങി. ഇപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരു പാറയുടെ സെൽഫ് മെയ്ഡ് കേവ് പോലൊരു കേവല്ല, ഒരു ഉൾപ്രദേശം പോലെയാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ ഇത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് ദ വ്യൂ ദാറ്റ് ഐ എം ഗെറ്റിംഗ് ഫ്രം ഹിയർ ആൻഡ് ഐ ആം ഗോയിങ് ടു വാക്ക് ടുവേർഡ്സ് ഇറ്റ് and head my way up to the cave. So it is going to be a lot of fun. Look at that dam, really scenic. അധികം ആൾക്കാർ ഇതുവരെ പോയിട്ടില്ല എന്നൊക്കെ തോന്നുന്നു. നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട് ട്രിപ്പ് സക്സസ്ഫുൾ എന്നൊക്കെ പറയത്തില്ലേ, പൈസ വസൂൽ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങനത്തെ ഭംഗിയായിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ റിയലി എന്തോ അവേ ഫ്രം അവർ കംഫർട്ട് സോൺ, അവേ ഫ്രം അവർ ഹോംസ് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട്. എന്നാലും ഇനിയും കുറച്ച് സൈറ്റ് ഉണ്ട്, നമുക്ക് മുന്നോട്ട് തന്നെ പോകണം. മുന്നിലാണ് ഇത് റിയൽ കേവ്സ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള വാക്കും ട്രെക്കും ഡ്രൈവും എല്ലാം അടിപൊളിയായിരുന്നു. ഈഗലി വെയിറ്റിംഗ് ഫോർ ദ കേവ്സ്. അതെങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു പിടുത്തമില്ല. നല്ല എന്നാ പറയുന്നത്, നല്ല വൈബ്സാണ് വരുന്നത്. കേവ്സ് ഇതുപോലെ തന്നെ അടിപൊളിയായിരിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ വിഷ്ണുയുടെ ഗുഹയ്ക്കകത്ത് വിഷ്ണുയുടെ രൂപം തപ്പാൻ വേണ്ടി പോവാണ്.
അപ്പോൾ ഈ സീനിൽ കൂടെയാണ് നമ്മൾ കയറി പോകേണ്ടത്. അപ്പം നമ്മൾ നടന്ന് ആ ഒരു ഹൈറ്റ് വരെ എത്തണമെന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ ഗുഹയ്ക്കകത്ത് ലോർഡ് വിഷ്ണുവിടെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പം നമ്മൾ ഇതുവഴിയാണ് കയറി പോകേണ്ടത്. അയ്യോ, ഗ്രിപ്പ് കിട്ടാൻ കണ്ട ചെടിയിലൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുള്ള് കയ്യെ കൊണ്ട് കയറും. ഇവിടം വരെ കയറി ഇതുവഴി ഇതുപോലെ തന്നെ മുകളിലേക്ക് കയറി പോകണം. അപ്പം നമ്മൾ ആ ഗുഫയിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു എലിവേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ മുകളിലേക്ക് കയറി പോകണം. എന്തായാലും ഞാൻ ആ വഴി കാണിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ലോർഡ് വിഷ്ണു. ഇത്രയും മുകളിലാണ് ഈ പറഞ്ഞ ഗുഹ ഇരിക്കണേ. ഓൾമോസ്റ്റ് ഒരു 30 മീറ്റേഴ്സ് 30 മീറ്റർ മുകളിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. ഈ ഒരു കേവ് പോലെ സ്ട്രക്ചറിൻ്റെ അകത്ത് എനിക്കിവിടെ കാല് വയ്ക്കാൻ കുറച്ച് സ്ഥലമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് കാണിക്കാനൊരു ബുദ്ധിമുട്ട്. എന്നാലും ഞാൻ റിവേഴ്സ് ക്യാമറ വെച്ച് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഇതിരിക്കുന്നത്. ഇതാണ് ഗുഹയുടെ അകത്ത് ഓൾമോസ്റ്റ് ഒരു 30 മീറ്റേഴ്സ് പൊക്കത്തിലാണ് ഇതിരിക്കുന്നത്. എനിവേസ് നല്ലൊരു സംഭവമാണ്. ഇതിനകത്ത് കുറച്ച് നമ്മളിവിടെ ഒരു ആളെ പരിചയപ്പെട്ടു. പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ ഈ കാണുന്ന കാവിങ്സ് ഇല്ലേ, ഈ കാവിങ്സ്, അതായത് പൂ പോലത്തെ കാവിങ്സ്, ഇത് നമ്മൾ ഡിഗ്രി കേവ്സിൻ്റെ അവിടെ ഒരു പൂ പോലത്തെ ഒരു സ്ട്രക്ചർ കണ്ടായിരുന്നു. പക്ഷേ ഇതും അതുമായിട്ട് അത്യാവശ്യം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗുപ്ത പീരീഡിൽ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ ആയിരുന്നു. പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. പുള്ളി പറഞ്ഞത് അതായത് ഗുപ്ത പീരീഡിലെ സ്കൾപ്ചേഴ്സ് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു. ഈ ഫേസ് കട്ട് ആണെങ്കിലും അതിനേക്കാളും ആ ഒരു സ്ട്രക്ചറിനേക്കാളും കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫേസ് കട്ടാണ്. അതുകൊണ്ട് ഇത് ഗുപ്ത പീരീഡ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ആൾക്കാർ ഇത് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. സോ എന്തായാലും ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. പക്ഷേ സന്ധ്യയായി തുടങ്ങി, വെയിലുണ്ട്, പക്ഷെ എന്നാലും സന്ധ്യ തുടങ്ങി. 5:30 ആയി തുടങ്ങി. വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. അപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് എന്തായാലും പോകണം. അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുക. എന്തായാലും ഞാൻ ഇറങ്ങുന്ന ഷോർട്സ് കാണിച്ചു തരാം. റിയലി അഡ്വഞ്ചറസ്. ഞാൻ താഴേക്ക് ഇറങ്ങുവാണ്. ഇതൊരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹൈറ്റ് കാണിക്കാനുള്ള ശ്രമമാണ്. കയ്യിലൊക്കെ ഒരുപാട് മുള്ളു കുത്തി കയറിയിട്ടുണ്ട്. എല്ലായിടത്തൊക്കെ തൊട്ട് ഇതിലൊക്കെ തട്ടിക്കളഞ്ഞ് പോയി സാരമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ അഡ്വഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ താഴെ വരെ ഇതാണ് അവസ്ഥ. Come on. അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോവാണ്. അവിടെയും ഇതുപോലെ ഭംഗിയായ ഡിസൈൻസും സ്കൾപ്ചേഴ്സും കാർവിങ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മസായേഗാ. और ആ ഒരു കാണുന്ന പോയിന്റാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ്. ഈ പോയിന്റ് എന്ന് വെച്ചാൽ ഇതിവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഏരിയ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക്
അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറേണ്ടത്. ഞാനൊന്ന് കയറി നോക്കാം. यूरेका! अरे वाह, क्या बात है. पानी तो नहीं मिला, लेकिन यहाँ से व्यू मिला है बहुत सही. Can you see the happiness on my face? I'm going to enjoy the scene. ഇതല്ല ആക്ച്വലി ഇവിടുത്തെ മെയിൻ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഇതല്ല. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാനായിരുന്നു ഇരുന്നത്. ഈ ഒരു സ്പോട്ടിലേക്കല്ല പോകാനിരുന്നത്, പക്ഷേ ഓൺ ദ വേ ആണ് ഇങ്ങോട്ട് കയറിയത്. എനിക്ക് ഇത്ര സ്റ്റിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അധികമുള്ള എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു മറ്റ് കേവിനേക്കാളും നല്ല പൊക്കത്തിലെത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 50 മീറ്ററോളം മുകളിലേക്കായിരിക്കും. എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നത് ഒരു 30 എന്തായാലും കാണും. അപ്പോൾ നമ്മളിവിടെ എത്രാമത്തെ സ്ട്രക്ചറാണെന്ന് അറിയത്തില്ല, ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഉദയഗിരി ഫോർട്ടിൽ കണ്ട് നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് ഒന്ന് ഫോക്കസ് ആവും. അതായത് ഈ പെയിൻറ്റിങ്ങിൻ്റെ സ്ട്രക്ചർ ഇവിടെ ചോദിച്ചപ്പോൾ അത് ഒരു ശംഖ്ലിപി നമ്മൾ ഉദയഗിരി ഫോർട്ടിൽ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ആ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ശംഖ്ലിപി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ശംഖ്ലിപി പോലെയാണ് ഇത് ഇരിക്കുന്നത്. അതായത് ഇതിൻ്റെ അർത്ഥം എന്നാന്ന്, അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അർത്ഥം എന്നാന്ന് നമ്മുടെ എക്സ്പേർട്സിന് പോലും ഇത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ വേറൊരു സ്ഥലത്ത് അത് തൊട്ട് മുകളിലായിട്ട് വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് പക്ഷെ ഒരു ബ്രഹ്മി സ്ക്രിപ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ അറിയത്തില്ല, അതിൻ്റെ എക്സ്പേർട്സിനോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്തായാലും നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങുവാണ്. സൂക്കാറായിട്ടുണ്ട്. മിക്കവാറും ഇന്ന് ഇല്ല, കണ്ണാടി ഇട്ടുണ്ട് തോന്നിയതാണ്. കണ്ണാടി മാറ്റി കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടോർച്ചിൻ്റെ വെളിച്ചത്ത് വേണ്ടി വരുമായിരിക്കും മിക്കവാറും തിരിച്ചു പോകുന്നത്. ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ കുറേ ദൂരം കണ്ടു, പക്ഷേ ഇതെന്നാന്ന് ഇതുവരെ മനസ്സിലായില്ല. ഇത് പണ്ട് കാലത്ത് ഇത് വെള്ളം ശേഖരിച്ച് വെക്കാൻ ഉണ്ടാക്കിയൊരു സ്ട്രക്ചറാണ്. അതായത് ഇവിടുന്ന് സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇവിടെ കളക്റ്റായിട്ട് വരുന്നു. അപ്പോൾ ഇവിടുന്ന് സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഇത് കോരി കുടിക്കാനുള്ളൊരു സെറ്റപ്പിലാണ് ഇതുണ്ടാക്കിയത്. ൊന്നും വേണ്ടതെന്ന് അറിയത്തില്ല. ഇനി ഇവിടുന്ന് എന്തായാലും നിർത്തുവാണ്. ഇനി ഇവിടുന്ന് തിരിച്ചു പോവാണ്. നമ്മൾ വണ്ടി എടുത്തോടത്തേക്ക് തിരിച്ചു പോവാണ്. കാരണം എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടാവാറായി. വിൻ്ററാണ് സീസൺ, അപ്പോൾ പെട്ടെന്ന് ഇരുട്ടും. ഇവിടുന്ന് നടന്ന് ഓൾമോസ്റ്റ് നമ്മൾ ഇറങ്ങി വന്ന് ഓൾമോസ്റ്റ് 2 to 3 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇതുപോലെ ഇറങ്ങി കയറിയൊക്കെ പോകണം. അപ്പോൾ 1 hour മിനിമം എടുക്കും എന്നാണ് പറയുന്നത്.
അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ പോവാണ്. സോ आपको बताना चाहिए कि देखो हम ऐसे लेके जा रहे हैं, आप भी अपनी व्यवस्था करिए. हमें तो 3-4 दिन का व्यवस्था तो है, तो ठीक है. लेकिन यहीं അപ്പം നമ്മളങ്ങനെ ദേവ്ഗഡ് കേവ്സിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ പോവാണ്. സന്ധ്യയായി. നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ കുറച്ച് ഓഫ് റോഡിങ് എന്തായാലും ചെയ്യേണ്ടി വരും. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കയറിപ്പോകാൻ പറ്റുമായിരിക്കും തോന്നുന്നു. അപ്പോൾ വന്ന വണ്ടി എൻ്റെ വണ്ടിയല്ല, എൻ്റെ ഒരു പുതിയ വണ്ടിയാണ്. അൾട്രോസ്, ടാറ്റ അൾട്രോസിൻ്റെ ഒരു പുതിയ വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം കുറേ പേര് ഇതിനെപ്പറ്റി റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. വണ്ടി എങ്ങനെയുണ്ട്. പെട്രോൾ വേർഷനാണ് ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൺ ഹൈവേ, സിറ്റി റോഡ്സ്, അത്യാവശ്യം ഓഫ് റോഡിങ് അല്ലാതെ കുറച്ചൊക്കെ മലയിൽ കയറാൻ അല്ലെങ്കിൽ മണ്ണുള്ള റോഡിൽ കൂടെ ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് കുറേ പേര് ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ടാറ്റ അൾട്രോസിൻ്റെ പെട്രോൾ വേർഷൻ, സെക്കൻഡ് വേർഷൻ റിവ്യൂ ചെയ്യാൻ പോവുമായിരിക്കും.